സാർ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സും യുവിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അവർ ഈ മൈഗ്രേഷൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്? അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് തന്നെ അവർക്ക് ഓണായിട്ട് ചെയ്യാം. ഫ്രീ സോൺ വിത്ത് വിസ ചെയ്യാൻ വളരെ അഫോർഡബിൾ ആണ്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓണായിട്ട് ഇപ്പോൾ വീഡിയോസിൻ്റെ കാര്യങ്ങളായാലും അവർക്ക് ചെയ്യാം, ഫോട്ടോഗ്രാഫി ചെയ്യാം, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരുടെ പാഷനനുസരിച്ചിട്ട് അവർക്ക് വീഡിയോസ് കാര്യങ്ങളും എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അതൊക്കെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് വിത്ത് ലൈസൻസും കിട്ടും, അവർക്ക് അതിനായിട്ടുള്ള വിസയും കിട്ടും. അപ്പോൾ അത് വളരെ അഫോർഡബിൾ ആണ്. ഇപ്പോൾ അതിന് നമുക്ക് വേറെ ഓഫീസോ അതൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഫ്രീ സോൺ ആണെങ്കിൽ അവർ ഓൾറെഡി ഷെയർ ഡെസ്ക് തരുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ സെപ്പറേറ്റ് കോസ്റ്റ് ഒന്നും അവർക്ക് വരുന്നില്ല. നമുക്ക് ലൈസൻസിൻ്റെയും അതുപോലെ തന്നെ ഈ വിസയുടെയും ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കമ്പനീസിനായിട്ടും അവർക്ക് കൊളാബ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് അധികമാണ്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വേറെ ഒന്നുള്ളത് പേയ്മെൻറ്റ് സ്കെയിലാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ എമൗണ്ട് കാര്യങ്ങളും കൂടുതലായിട്ടാവും കിട്ടുന്നത്. ഏറ്റവും വലിയൊരു അതെ, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് അതെ, സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊരു ലൈസൻസിൽ തന്നെ ചെയ്യാൻ പറ്റും, വേറെ ഓഫീസ് കാണിക്കണ്ട. അപ്പോൾ ഫ്രീ സോണിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അവർക്ക് അതിൽ തന്നെ വിസയും കിട്ടും. പിന്നെ കമ്പനി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓണായിട്ട് ചെയ്യാൻ, സ്റ്റാർട്ടപ്പ് ചെയ്യാനും ഫ്രീലാൻസ് പോലെ ആയിട്ട് വർക്ക് ചെയ്യാനും ഇത് പാഷനായിട്ടുള്ളവർക്ക് ഇത് ബെറ്റർ ഓപ്ഷനാണ്. യു എയിൽ ഒരുപാട് ഫ്രീ സോൺസ് ഓപ്ഷൻസ് അതിലുണ്ട്.